മലപ്പുറത്തുനിന്ന് ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നുണ്ട്. അത് മലപ്പുറം അരീക്കോട് നിന്നാണ്. അവിടെ ലഹരിക്ക് അടിമയായ ഒരു യുവാവ് പോലീസ് ജീപ്പിന്റെ ചില്ല് തകർത്തു. മലപ്പുറം അരീക്കോട് നിയാസ് എന്നയാളാണ്. അയാളെ പിന്നീട് പോലീസ് പിടികൂടിയിട്ടുണ്ട്. അയാളെ പിടികൂടാൻ ശ്രമിക്കുമ്പോൾ അയാൾ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ആ വാർത്തയുടെ വിവരങ്ങൾ വിപിൻ സി വിജയൻ മലപ്പുറത്തു നിന്ന് നൽകും. വിപിൻ, എന്താണ് ഈ മലപ്പുറം അരീക്കോട് സംഭവിച്ചത്? അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? വിവരങ്ങൾ എന്തൊക്കെയാണ് വിപിൻ? ഇയാളെ കത്തുകാട്ടി ഭീഷണിപ്പെടുത്തെന്ന് പറയുമ്പോൾ അപകടാരിയാ വിപിൻ? അതെ, വളരെ അപകടകാരിയാണ്. ഇന്നലെ രാത്രി ഒരു 10 മണിയോട് കൂടിയാണ് ഈ സംഭവം. അതായത് കിണറടപ്പ് എന്നുള്ള ഒരു പ്രദേശത്ത് ഇയാൾ ഈ ലഹരി ഉപയോഗിച്ചതിന് ശേഷം കത്തി കാട്ടിയ നാട്ടുകാരെ മുഴുവൻ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഇയാളെ തടയാൻ ശ്രമിച്ച ആളുകൾക്ക് നേരെയൊക്കെ കത്തിയുമായി ആക്രോശിച്ച് ചെല്ലുകയും ചെയ്തു. അങ്ങനെ ഒരു നിലയ്ക്കും നാട്ടുകാർക്ക് പിടികൂടാൻ കഴിയുന്നില്ല, ഇയാളെ അടിച്ചമർത്താൻ സാധിക്കുന്നില്ല എന്ന് കണ്ടതോടുകൂടിയാണ് പോലീസിൽ വിവരം അറിയിക്കുന്നത്. അങ്ങനെ അരീക്കോട് പോലീസ് എത്തിയപ്പോഴേക്കും ഇയാൾ സമീപത്തെ മെമ്പറുടെ വീട്ടിൻ്റെ ഭാഗത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ പോലീസ് എത്തി സംസാരിച്ച് ഇയാളെ മയപ്പെടുത്താമെന്ന് കരുതിയപ്പോൾ പെട്ടെന്ന് തന്നെ പോലീസ് ജീപ്പിന്റെ മുകളിൽ കയറുകയും മുൻവശത്തെ ചില്ല് ചവിട്ടി തകർക്കുകയും ചെയ്തു. പിന്നീട് ബലം പ്രയോഗിച്ചാണ് പോലീസ് ഇയാളെ കീഴടക്കേണ്ടി വന്നത്. നിയാസ് എന്നാണ് പേര്, 30 വയസ്സ് മാത്രമാണ് പ്രായം. അപ്പോൾ ഈ നിയാസിനെ പിന്നീട് പോലീസ് എല്ലാവരും കൂടി ചേർന്ന് ബലം പ്രയോഗിച്ച് തന്നെ കീഴ്പ്പെടുത്തുകയായിരുന്നു. അതിൽ വീണ ഒരു പോലീസുകാരന് പരിക്കേറ്റിട്ടുമുണ്ട്. അങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം ഇയാളിലെ ആ ലഹരി അടങ്ങുന്നില്ല. അങ്ങനെ ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ പൊതുമുതൽ നശിപ്പിച്ചു, അതുപോലെ തന്നെ പോലീസുകാരെ ആക്രമിച്ചു തുടങ്ങിയ വകുപ്പുകളാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. ഇനി ഈ ലഹരിയുടെ കെട്ട് ഇറങ്ങിയതിന് ശേഷം നാളെയായിരിക്കും ഇയാളെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുക. അപ്പോൾ നാട്ടുകാരൊന്നും ശ്രമിച്ചിട്ടും ഇയാളെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഈ പോലീസ് എത്തുകയും അപ്പോൾ പോലീസ് ജീപ്പിന് നേരെയും ഇയാൾ ആക്രോശിച്ച് അതിൻ്റെ ചില്ല് തകർക്കുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. അഷ്മി.